ഈ വീഡിയോയിൽ കുറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഇതിനകത്ത് അമർപ്രീത് സിംഗ്, ഇന്ത്യയുടെ എയർ ചീഫ് മാർഷൽ, ഒരു നിർണായകമായിട്ടുള്ള വെളിപ്പെടുത്തൽ. ഇന്ത്യ പാകിസ്ഥാന്റെ 5 ഫൈറ്റർ ജെറ്റുകൾ ഇൻക്ലൂഡിംഗ് ഒരു F-16 അടിച്ച് വീഴ്ത്തിയിട്ടുണ്ട്. S-400 ഇന്ത്യയുടെ ഡിഫൻസ് മേഖലയിൽ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചു എന്നുള്ള വെളിപ്പെടുത്തലാണ് നടത്തിയിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയുടെ ഈ ഒരു വെളിപ്പെടുത്തൽ ഒരു ഗ്ലോബൽ ഫോക്കസ് ആയിട്ട് മാറിയിട്ടുണ്ട്. അതിന് കാരണം വേറെ ഒന്നുമല്ല, ഇന്ത്യ അമേരിക്കയുമായിട്ട് താരിഫിന്റെ വിഷയത്തിൽ ഇടഞ്ഞു നിൽക്കുകയും അതിനോടൊപ്പം F-16 ഞങ്ങൾ അടിച്ചു വീഴ്ത്തി എന്ന് ഓപ്പണായിട്ട് ഇതിന് സ്റ്റേറ്റ്മെന്റ് പുറത്തുവിടുകയും അതുപോലെ തന്നെ റഷ്യയുമായിട്ട് ഏറ്റവും കൂടുതൽ ചേർന്ന് നിൽക്കുകയും അതേ സാഹചര്യത്തിൽ S-400 വളരെ മികച്ച ഒരു എയർ ഡിഫൻസ് സിസ്റ്റം ആണെന്ന് പറയാതെ പറയുകയും ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇതിനെതിരെ പല വെസ്റ്റേൺ മീഡിയ മാധ്യമങ്ങളൊക്കെ ഇപ്പോൾ പ്രൊപ്പഗൻഡയുമായിട്ട് വന്നിട്ടുണ്ട്. മെയിൻലി റോയിട്ടേഴ്സ് ആണ് ഇന്ത്യക്കെതിരെ ആദ്യമേ സ്റ്റേറ്റ്മെന്റ് പുറത്തുവിട്ടത്. 5 ഇന്ത്യൻ ഫൈറ്റർ ജെറ്റുകളെ പാകിസ്ഥാൻ അടിച്ചു വീഴ്ത്തി എന്നുള്ള ഒരു വാർത്ത പുറത്തുവിട്ടത്. പക്ഷേ എന്നാൽ അവർക്ക് അതിനെ സംബന്ധിച്ചിടത്തോളം തെളിവുകളൊന്നും തന്നെ പുറത്തുവിടാൻ കഴിഞ്ഞിട്ടില്ല. ഒരു ചെറിയ പീസ് എവിടെയെങ്കിലും പൊട്ടിത്തെറിച്ച് വീണതായിട്ടോ കത്തിക്കരിഞ്ഞ് കിടക്കുന്നതായിട്ടോ ഇന്ത്യൻ ഫൈറ്റർ ജെറ്റുകളുടെ ഒരു ഫോട്ടോ പോലും അവർക്ക് പുറത്തുവിടാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഒരു വ്യഗ്രത അവർക്കുണ്ട്. അപ്പൊ ആ ഒരു വാശിപ്പുറത്ത് ഈ റോയിട്ടേഴ്സ് എന്ന് പറഞ്ഞ ഏറ്റവും സുപ്രധാനപ്പെട്ട ഒരു മാധ്യമം ഇന്ത്യക്കെതിരെയുള്ള നിലപാടുകൾ എടുത്തുകൊണ്ട് പ്രൊപ്പഗൻഡ ന്യൂസ് കെട്ടിച്ചമയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പം ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. അത് ഈ സ്റ്റേറ്റ്മെന്റ് വിട്ടതിന് പുറകിലാണ്. അപ്പൊ ഇതിനെ തുടർന്ന് പാകിസ്ഥാനിൽ നിന്ന് ഖ്വാജ ആസിഫ്, പാകിസ്ഥാന്റെ ഡിഫൻസ് മിനിസ്റ്റർ, പറഞ്ഞിരിക്കുന്നത് പാകിസ്ഥാന്റെ ഒരു സിംഗിൾ ഫൈറ്റർ എയർക്രാഫ്റ്റ് പോലും ഇന്ത്യ അറ്റാക്ക് ചെയ്ത് വീഴ്ത്തിയിട്ടില്ല എന്നാണ് വളരെ ശക്തമായ രീതിയിലുള്ള നിലപാടുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇന്ത്യയുടെ സ്റ്റേറ്റ്മെന്റിനെ തള്ളി പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇന്ത്യ ഇതിന്റെ എവിഡൻസ് പുറത്തുവിടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഓരോ ഇന്ത്യൻ പൗരനും ഇന്ത്യൻ സിറ്റിസൺ എന്നുള്ള നിലയിൽ നമുക്കിപ്പം ഇന്ത്യൻ ആർമി വിശ്വാസമാണ്, നമ്മളൊന്നും ചോദ്യം ചോദിക്കുന്നൊന്നുമില്ല. പക്ഷേ ഈ റോയിട്ടേഴ്സ് എന്ന് പറഞ്ഞ വെസ്റ്റേൺ മീഡിയ ഇതിനെ ഇടഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ അവര് ഇന്ത്യയെ അലക്കി വെളുപ്പിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് പുറത്തുവിടുന്നതൊക്കെ നല്ലതാണ്. പക്ഷേ അതിന്റെ തെളിവ്, ഫൂട്ടേജ് സഹിതമുള്ള തെളിവുകൾ ഇന്ത്യ പുറത്തുവിടാൻ ബാധ്യസ്ഥരാണ്. കാരണം ഇന്ത്യയാണ് ഇപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിനെ എതിർത്ത് ഓപ്പോസിറ്റ് സൈഡിൽ നിന്നുള്ള സ്റ്റേറ്റ്മെന്റ് കൂടി വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ തെളിവ് ഇന്ത്യ പുറത്തുവിട്ടേ പറ്റൂ. ആ ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പം എത്തിപ്പെട്ടിരിക്കുകയാണ്. എന്തിനാണ് ഇപ്പൊ എയർ മാർഷൽ ചീഫ് ഒക്കെ ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റുകളൊക്കെ പുറത്തുവിടാൻ പോകുന്നത്? അങ്ങനെ വിടുന്നെങ്കിൽ തെളിവ് സഹിതം ഇസ്രായേലിൽ IDF വിടാറുണ്ട്. ഫുൾ ഫൂട്ടേജ് സഹിതം കൃത്യമായിട്ടുള്ള വീഡിയോ ഫൂട്ടേജ് പുറത്തിറക്കിയിട്ട് ഞങ്ങൾ ഇന്നത് ചെയ്തിരിക്കുന്നു അങ്ങ് നൈസായിട്ട് പറഞ്ഞിട്ട് അങ്ങ് ഒഴിവാകും. ഇങ്ങനെ സ്റ്റേറ്റ്മെന്റുകളൊന്നും അവർ പറയാറില്ല. ജസ്റ്റ് വീഡിയോ അങ്ങ് പബ്ലിഷ് ചെയ്യും, അതിന്റെ താഴെ അങ്ങനെ നറേറ്റ് ചെയ്തിരിക്കും. ഈ വീഡിയോ ഇന്ന വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണ് പുറത്തിറക്കിയിരിക്കുന്നത്, ഈ വീഡിയോയിൽ കാണുന്ന ഫൂട്ടേജസ് ഇന്നതാണെന്നുള്ളത് ഡേറ്റ്, ടൈം ലൈൻ സഹിതം ആ റെക്കോർഡ് ചെയ്യപ്പെട്ട വീഡിയോ കൃത്യമായിട്ട് പുറത്തിറക്കിക്കൊണ്ട് അവർ തെളിവുകൾ നിരത്തുന്നതാണ്. അതേപോലത്തെ ഒരു ശൈലി വേണം ഇന്ത്യ പിന്തുടരാൻ. ഇന്ത്യ അതിന് മറുപടിയായിട്ട്, ഖ്വാജ ആസിഫിന് മറുപടിയായിട്ട് വീണ്ടും എയർ ചീഫ് മാർഷൽ പറഞ്ഞിരിക്കുന്നത് 2019 ബാലാക്കോട്ട് ആക്രമണത്തിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞങ്ങൾ എയർക്രാഫ്റ്റ് അടിച്ച് വീഴ്ത്തി എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ് വീണ്ടും തിരിച്ചങ്ങോട്ട് പറഞ്ഞിരിക്കുന്നത്. ഈ ഓപ്പറേഷൻ സിന്ദൂറുമായിട്ട് ബന്ധപ്പെട്ട തെളിവുകൾ പുറത്തുവിടണം എന്നാണ് ഇന്ത്യൻ ജനത ആഗ്രഹിക്കുന്നത്. ഇനി അഥവാ നമുക്ക് തെളിവുകൾ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റ് പറയാൻ പോകരുതായിരുന്നു. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. DRDO ചെയർമാൻ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ 2028-2029 ഫിനാൻഷ്യൽ ഇയറിൽ 50,000 കോടിയുടെ ഡിഫൻസ് എക്സ്പോർട്ട് നടത്തിയിരിക്കും എന്നുള്ളൊരു ഉറപ്പാണ് തന്നിരിക്കുന്നത്. ഇത് വളരെ വലിയൊരു ഉറപ്പാണ്. DRDOയുടെ ചെയർമാനാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. കാരണം 50,000 കോടിയുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാഗ്ദാനമാണ് ഇന്ത്യക്ക് DRDOയുടെ ചെയർമാൻ തന്നിരിക്കുന്നത്. അപ്പം വി ആർ എക്സ്പെക്ടിങ് ദാറ്റ് നമ്മൾ വളരെ സമാധാനപൂർവ്വം വെയിറ്റ് ചെയ്തിരിക്കുക, കാത്തിരുന്ന് കാണുക എന്നുള്ളതാണ് നമ്മൾ ഇതിലെടുക്കേണ്ട ഒരു നയം. അതായത് വ്ളാഡിമിർ പുടിൻ ഇന്ത്യ 2025 തന്നെ സന്ദർശിക്കുമെന്നാണ് ഏകദേശം കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ ആ സാഹചര്യത്തിൽ Su-57 ഫൈറ്റർ ജെറ്റുമായിട്ട് ബന്ധപ്പെട്ട കോൺട്രാക്ട് ഒപ്പിടും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ ഏകദേശം അമേരിക്കൻ ചേരിയിൽ നിന്നും ഇന്ത്യ വീണ്ടും റഷ്യയുടെ ആയുധങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കോൺട്രാക്റ്റുകളുമായിട്ട് മുന്നോട്ട് പോവാണ്. അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. പിക്ചർ ഇസ് വെരി ക്ലിയർ. അതോടൊപ്പം സ്ട്രാറ്റജിക് ഡിഫൻസ് കോപ്പറേഷൻ ഏറ്റവും കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള എഗ്രിമെന്റുകളും കരാറുകളും ചർച്ചകളും നടത്തുമെന്നാണ് പറയുന്നത്. DRDOയുടെ ഡിഫൻസ് മാനുഫാക്ചറിംഗിന്റെ റവന്യൂ കമ്പാരിസൺ പുറത്തുവിട്ടിട്ടുണ്ട്. 2019-2020 1,27,000 കോടിയായിരുന്നു DRDOയുടെ റവന്യൂ. അത് 2024-25 1,50,000 കോടിക്ക് മുകളിൽ എത്തിച്ചിട്ടുണ്ട്. അതാണ് ഇപ്പോഴത്തെ DRDOയുടെ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിലെ റവന്യൂ. അപ്പൊ തീർച്ചയായിട്ടും 2025-26 ഇതിനേക്കാളും മെച്ചപ്പെട്ട ഒരു പ്രകടനമാണ് കാഴ്ചവെക്കാൻ ശ്രമിക്കുന്നത് DRDO. അപ്പൊ ആ ഒരു മേഖലയിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഗ്രോത്ത് തന്നെയാണ് ഇന്ത്യ എക്സ്പെക്ട് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഹാർഡ് വർക്ക് ഇടുന്നുണ്ട്. ഹാർഡ് വർക്കിനുള്ള റിസൾട്ട് നമുക്ക് കിട്ടേണ്ടത് വളരെ അനിവാര്യമാണ്. ഇന്ത്യയുടെ ഡിഫൻസ് എക്സ്പോർട്ട് 23,000 കോടി റീച്ച് ചെയ്തിരിക്കുകയാണ്. ഡിഫൻസ് എക്സ്പോർട്ട്
അടുത്ത 2 മുതൽ 3 വർഷത്തിനുള്ളിൽ ഇത് ഇരട്ടിപ്പിക്കാനാണ് ഇന്ത്യ ശ്രമിക്കുന്നത് ഈ ഡിഫൻസ് എക്സ്പോർട്ട്. ഇപ്പം നിലവിൽ 23,000 കോടി നമ്മൾ ക്രോസ് ചെയ്തിട്ടുണ്ട് ഡിഫൻസ് എക്സ്പോർട്ട്. US-ലെ പെന്റഗണിലെ സെൻകോമിന്റെ ചീഫ് കമാൻഡർ ജനറൽ മിഖേൽ എ കുറില്ല പുള്ളി റിസൈൻ ചെയ്യാണ്. പുള്ളിയുടെ റെസിഗ്നേഷനുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളിയുടെ സെൻഡ് ഓഫ് സെറമണിക്ക് പാകിസ്ഥാന്റെ അസീം മുനീർ 2ാമത്തെ പ്രാവശ്യമാണ് വിതിൻ 2 months ഇപ്പം US-ലേക്ക് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നത്. പുള്ളി സെൻകോമിൽ എത്തിയിട്ടുണ്ടായിരുന്നു, അതായത് പെന്റഗണിൽ. അപ്പൊ അവിടെ എത്തിയപ്പോഴത്തേക്കും പുള്ളി പറഞ്ഞത് ഓപ്പറേഷൻ സിന്ദൂറിൽ വല്ലാതെ ഹ്യൂമിലിയേറ്റഡ് ആണ് പാകിസ്ഥാൻ അഥവാ അസീം മുനീർ എന്ന് പേഴ്സണലി കാര്യങ്ങൾ ഷെയർ ചെയ്തതായിട്ടാണ് വാർത്ത പുറത്തു വരുന്നത്. അതിന് കാരണമായിട്ട് പറയുന്നത് റിട്ടാലിയേഷൻ, പാകിസ്ഥാന്റെ സൈഡിൽ നിന്നുള്ള റിട്ടാലിയേഷൻ വളരെയധികം ഫെയിലിയർ ആയി പോയി, പരാജയപ്പെട്ടു. കാരണം ഇന്ത്യയെ റിട്ടാലിയേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ എത്തിപ്പെട്ടു. US-നെ പോലത്തെ ഒരു അലൈ ഞങ്ങളുടെ പക്കൽ ഉണ്ടായിരുന്നിട്ടും ഞങ്ങൾക്കിത് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള രീതിയിലുള്ള വിഷമം പങ്കുവെച്ചതായിട്ടുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അപ്പം അതായത് പുള്ളി റിസൈൻ ചെയ്ത് പോവാണ് കറിയില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഈ പുള്ളിക്ക് എന്തെങ്കിലുമൊക്കെ ഇൻഫ്ലുവൻസ് വഴി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള അറിയത്തില്ല. പക്ഷെ ഇനിയൊരു യുദ്ധം വന്നു കഴിഞ്ഞാൽ അമേരിക്ക പാകിസ്ഥാനെ നിരുപാധികം സഹായിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. ഇനി അമേരിക്കയല്ല ആര് വന്നാലും ഇന്ത്യക്ക് അതിനെ നേരിടാനുള്ള കരുത്തുണ്ട് തന്നെയാണ് നമ്മൾ തെളിയിച്ചിരിക്കുന്നത്. കാരണം അത്രമാത്രം ഡിഫൻസ് മാനുഫാക്ചറിങ് ഇന്ത്യക്കുള്ളിൽ ഉണ്ട്. നമ്മൾ സെൽഫ് സഫീഷ്യന്റ് ആണ്. നമുക്ക് വേണ്ട സാധനങ്ങൾ കൃത്യമായിട്ട് നമ്മൾ എവിടെ നിന്ന് വേണമെങ്കിലും നമ്മൾ എത്തിക്കും, അത് വളരെ ഉറപ്പാണ്. അപ്പൊ അതുകൊണ്ട് ഹ്യൂമിലിയേറ്റഡ് ഇസ് ഹ്യൂമിലിയേറ്റഡ്, അതിനി ഒന്നും ചെയ്യാനില്ല മിസ്റ്റർ അസീം മുനീർ, അത് മാത്രമേ മനസ്സിലാക്കാനുള്ളൂ. ഇന്ത്യയിൽ നിന്ന് മാനുഫാക്ചറിങ് ചെയ്യുന്ന പ്രോഡക്റ്റുകൾക്ക് അയക്കുന്ന കണ്ടെയ്നറുകളിലേക്ക് മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ കണ്ടെയ്നേഴ്സ് ഇന്ത്യ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇത് വളരെ നിർണായകമായിട്ടുള്ള ഒരു പോയിന്റാണ്. അത് മെയ്ഡ് ഇൻ ചൈന എന്നൊക്കെ എഴുതി പണ്ട് പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതേപോലെ ഇനി കണ്ടെയ്നറുകളിൽ ഷിപ്പിൽ ഇരിക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മെയ്ഡ് ഇൻ ഇന്ത്യ കണ്ടെയ്നേഴ്സ് അവിടെ ഉണ്ടാവും. അതുപോലെ തന്നെ ഇനി ലോകമെമ്പാടും മെയ്ഡ് ഇൻ ഇന്ത്യ കണ്ടെയ്നറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്ന ഒരു രീതി ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. നീതി ആയോഗ്, ഇന്ത്യയിലുള്ള നീതി ആയോഗ്, അവര് ഇന്ത്യ അമേരിക്കയിൽ നിന്നും ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള കോണും കാര്യങ്ങളൊക്കെ സോയാബീനൊക്കെ ഇറക്കുമതി ചെയ്യാൻ പോകുന്നു എന്നുള്ള രീതിയിൽ ഒരു പേപ്പർ ഫോർവേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, പെറ്റീഷൻ എന്നുള്ള നിലയിൽ. അപ്പൊ അത് അവർ പിൻവലിച്ചിരിക്കുകയാണ്. അതിന്റെ കാരണം സെൻട്രൽ ഗവൺമെന്റ് ഒരു ക്ലാരിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യ അങ്ങനെ ചെയ്യുന്നില്ല എന്നുള്ള ഒരു റിപ്ലൈ അവർക്ക് കിട്ടിയതിന്റെ ഫലമായിട്ടാണ് അവരുടെ ആ ഒരു പെറ്റീഷൻ പേപ്പർ പിൻവലിച്ചതായിട്ടുള്ള വാർത്ത വരുന്നത്. ഇന്ത്യൻ പാർലമെന്റിലെ കോസ്റ്റൽ ഷിപ്പിങ്ങിന് വേണ്ടിയിട്ടുള്ള ബില്ല് പാസ്സാക്കിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരുപാട് ഫണ്ട് അതിൽ റിലീസായി പോകുന്നുണ്ട്. ആ ഫണ്ട് റിലീസാകുന്നത് വലിയൊരു റിലീഫാണ് ഈ ഒരു കോസ്റ്റൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഇമ്പോർട്ട് എക്സ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെന്റിന്റെ ഷിപ്പിംഗ് കോൺട്രാക്റ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് അവരുടെ ബില്ല് വളരെ എളുപ്പത്തിൽ പാസ്സായി കിട്ടാൻ ഇത് സഹായകരമാവും. ഇത് ഒരുപാട് നാൾ പെൻഡിങ്ങിൽ വെച്ചിരുന്ന ബില്ലാണ്. ആ ബില്ലാണ് ഇന്ത്യൻ പാർലമെന്റിൽ പാസ്സാക്കി വിട്ടിരിക്കുന്നത്. 7-ാം തീയതിയാണ് ഈ ഒരു ബില്ല് പാസ്സാക്കിയത്. ഇപ്പൊ എന്നാലും 2-3 ദിവസത്തിനകത്ത് ഒരു ബില്ല് പാസ്സായി കിട്ടുന്ന സാഹചര്യം ഉണ്ടാവുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ട്രംപിന്റെ താരിഫ് ഏത് രീതിയിൽ ഇന്ത്യക്ക് അപ്ലൈ ചെയ്യപ്പെട്ടാലും ഇന്ത്യ ഗ്ലോബൽ സൗത്തിന്റെ ലീഡർഷിപ്പ് ഏറ്റെടുത്തുകൊണ്ട് വളരെ ശക്തിയായിട്ട് മുന്നോട്ട് പോകുന്ന രീതിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആഫ്രിക്കൻ രാജ്യങ്ങളുമായിട്ട് വളരെയധികം ടൈപ്പ് വെച്ചുകൊണ്ട് ബിസിനസ് റിലേഷൻസ് മെച്ചപ്പെടുത്താനാണ് ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വാർത്തകളും വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.